ഗുഡ് മോർണിംഗ്. നമുക്കിന്നൊരു മിനി ഡേ ഇൻ മൈ ലൈഫ് നോക്കിയാലോ? സിമ്പിൾ ആയിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചായയും ബ്രെഡൊക്കെ എടുത്തിട്ട് കഴിക്കുന്നുണ്ട്. പുറത്ത് മഴയൊക്കെ തോർന്നിട്ടുള്ള ഒരു അന്തരീക്ഷം ആട്ടോ. അടുക്കള പോയി നോക്കിയപ്പോൾ അനിയത്തി അവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നുണ്ട്. ഉമ്മ ഓൾറെഡി ഉമ്മാന്റെ പണിയൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ട്. രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനും അനിയത്തിയും അടുക്കളയിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്താണ് ഉമ്മ വന്ന് പറഞ്ഞത്, നമ്മളെ വീട്ടിൽ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു പൂച്ച അപ്പുറത്ത് ചത്ത് കിടക്കുന്നുണ്ട്. അപ്പം ഞാനതൊന്ന് പോയി നോക്കുകയാണ്. പിന്നെ കുറച്ചു നേരം പുറത്തൊക്കെ നോക്കി ഇരുന്നിട്ട് നമുക്ക് ബെഡൊക്കെ വെച്ചിടാണ്ട് അതിനു വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ട് റൂമിലും ബെഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഫോണിൽ ചാർജ് ഇല്ലാത്തത് അറിയണത്. അപ്പോൾ ഞാൻ പോയി ഫോൺ ചാർജ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 8 മണി 8:15 ഉമ്മച്ചിക്ക് ജോലിക്ക് പോകാനുള്ള ടൈം ആവട്ടോ. ഉമ്മച്ചി വർക്ക് ചെയ്യണത് അജ്ഫാൻ ഡേറ്റ്സ് ആൻഡ് നട്ട്സിന്റെ കമ്പനിയിലാട്ടോ. ഉമ്മച്ചി പോകുമ്പോൾ എല്ലാവർക്കും ഉമ്മ തന്നിട്ടാണ് പോവുക. അത് പണ്ട് മുതലേ ശീലിച്ച ശീലാട്ടോ. അപ്പോൾ ഉമ്മച്ചി അനിയത്തിക്കും സൈനുവിനും എനിക്കൊക്കെ ബായ് പറഞ്ഞിട്ട് ജോലിക്ക് പോവാണേ. ഉമ്മച്ചി പോയി ഒരു 5 മിനിറ്റ് കഴിഞ്ഞേക്കിന് അനിയത്തിക്കും പോകാനുള്ള ടൈം ആവട്ടോ. അനിയത്തി വർക്ക് ചെയ്യണത് IT അക്കാഡമിയിൽ കോർഡിനേറ്റർ ആയിട്ടാട്ടോ. അങ്ങനെ അനിയത്തിയും ബായിയൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനും സെയിനും അകത്തേക്ക് പോവാണ്. ഗേറ്റൊക്കെ അടച്ചതിന് ശേഷം വാതിലൊക്കെ പൂട്ടി. ഇനി സെയിനുവിനെ കുളിപ്പിക്കണ പണിയായിട്ടുള്ളത്. സെയിനുവിന് ജലദോഷം അതിനെ കൊണ്ട് കുളിപ്പിക്കാറില്ല, ചൂടുവെള്ളത്തിൽ നനച്ച് തുടക്കാണ്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ആദ്യം ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചവെള്ളം ചൂടുവെള്ളം കൂടി മിക്സ് ചെയ്ത് ചെറിയ ചൂടിലാണ് സെയിനുവിനെ തുടക്കാനുള്ളത് കേട്ടോ. അപ്പോൾ സെയിനുവിനെ ഫ്രഷ് ആക്കിയതിന് ശേഷം അവനെ കിടത്തി ഉറക്കിയിട്ട് ഇനി ഞാൻ പോയിട്ടൊന്ന് ഫ്രഷ് ആവട്ടെ. സൈനുവിൻ്റെ കുറച്ച് തുണികളൊക്കെ അലക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അലക്കി ഇനി വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ടിട്ട് ഒന്ന് ഉണക്കണം. കാരണം ഇവിടെ മഴയല്ലേ, മഴയത്തിട്ട് കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടൂല. അതുകൊണ്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടൊന്ന് ഡ്രൈ ചെയ്തിട്ട് നമ്മൾ ഹാളിൽ ഫാൻ ഇട്ടിട്ട് ബാക്കിയും കൂടി ഉണക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഇനി നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാട്ടോ. അപ്പോൾ വാഷിംഗ് മെഷീൻ ഒരു 10 മിനിറ്റിന്റെ ടൈമർ ഇട്ടിട്ട് നമുക്ക് പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് വെച്ചാൽ സീയപ്പും മുട്ടക്കറി ആട്ടോ. നിങ്ങളെ നാട്ടിൽ ഈ അപ്പത്തിന് എന്താ പറയാമെന്ന് കമന്റ് ഇടാൻ മറക്കരുത്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള പണി അലക്കാനുള്ള കുറച്ച് ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിടാന്നുള്ള കേട്ടോ. പക്ഷെ നമ്മൾ ഡെയിലി അലക്കാറില്ല, ഒരു 3 ദിവസം കൂടുമ്പോഴൊക്കെ അലക്കാറുള്ളൂ. അപ്പോഴേക്ക് നമ്മൾ ജെയിനുവിന്റെ ക്ലോത്ത്സ് ഒക്കെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അത് പോയിട്ട് ഹാളിലെ ഫാനിന്റെ ചോട്ടിലിടണം കേട്ടോ, വിരിച്ചിടണേ. അപ്പോഴേ അത് ഫുള്ളായിട്ടൊന്ന് ഉണങ്ങി കിട്ടുള്ളൂ. ഇനി അത് ചെയ്യട്ടെ കേട്ടോ. പിന്നെ എന്റെ മുടി മുറിഞ്ഞിട്ടത് കണ്ടിട്ട് ആരും കുളിച്ചിട്ടില്ലേന്ന് ചോദിക്കണ്ട. ഞാൻ ആഴ്ചയിൽ 3 ദിവസം തല നനക്കാറുള്ളൂ കേട്ടോ. ഭയങ്കര മുടി കൊഴിച്ചിലാണ് ഡെലിവറിക്ക് ശേഷം, അതുകൊണ്ടാട്ടോ. അങ്ങനെ ആ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണി എന്താന്ന് വെച്ചാൽ ഉമ്മ പോകുമ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദോശയ്ക്കുള്ള അരിയും ഉഴുന്നും വെള്ളത്തിലിടാന്. അതും വെള്ളത്തിലിട്ടതിന് ശേഷം നമുക്ക് പോയിട്ട് ഈ എടുത്ത വീഡിയോസ് ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്യുക. അപ്പൊ ആദ്യം അടുക്കളയത്തും ഹാളത്തും ലൈറ്റ് ഒക്കെ ഒന്ന് ഓഫാക്കിയിട്ട് സമാധാനമായിട്ട് പോയിരുന്ന് എഡിറ്റ് ചെയ്യാന്ന് വിചാരിച്ചപ്പോഴാണ് എടുക്കണു സെയിനും എണീച്ചു. പിന്നെ സെയിനുവിനെ തൊട്ടീന്ന് എടുത്തിട്ട് കുറച്ചു നേരം ഓനെടുത്ത് കൊഞ്ചൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും പുറത്തൊക്കെ ഭയങ്കര മഴയാട്ടോ. പിന്നെ ഒരു 12 മണി 12:30 ആയപ്പോഴേക്കും വീണ്ടും സേനുവിനെ ഞാൻ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റേത് രാവിലെ ഉറങ്ങി ഒരു 9:30 ആയപ്പോൾ എണീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കത്തെ ലഞ്ച് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഓവർ മന്തി റൈസും ചിക്കൻ ഫ്രൈ ആട്ടോ. അപ്പോൾ റൈസും ചൂടാക്കി ചിക്കൻ ഫ്രൈ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റാക്കി ഞാൻ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും ലഞ്ചിനെ നിന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എനിക്ക് പണി എന്ന് പറയുന്നത് നമ്മൾ ഉണക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്ന തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവുക നേരമായപ്പോഴേക്ക്. അപ്പോൾ അതെടുത്തിട്ട് മടക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോഴേക്കും സെയിന് വീണ്ടും എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും സെയിനും നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉറങ്ങി എണീച്ച പാടെ എനിക്ക് ഭയങ്കര വിശപ്പ്. അപ്പോൾ ഞാൻ കുറച്ച് നട്ട്സ് ഒക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 മണി 5:30 ഒക്കെ ആയപ്പോഴേക്കും അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അനിയത്തി നേരെ പോണത് സെയിനുവിനെ ഉണർത്താനാണ്. പക്ഷെ ഞാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല.
അനിയത്തി ഒന്ന് കുറച്ച് നേരം കഴിഞ്ഞേക്കിന് തന്നെ ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ചായ കുടിക്കായിരിക്കും. അപ്പം ഞാൻ പോയിട്ട് വേഗം പാലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാല് തിളപ്പിച്ച് ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചായക്കുന്ന് ബിസ്ക്കറ്റ് ആയിരുന്നു കേട്ടോ കടി. വേറെ എണ്ണക്കടി ഒന്നും ഉമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ഉമ്മ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ സെറ്റ് ചെയ്തു. ഇനി ഞങ്ങൾ കുറച്ച് ചായ കുടിക്കട്ടെ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പുറത്ത് പോയി നോക്കുമ്പോൾ ആ ചത്ത പൂച്ച അവിടെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെങ്ങനെയും ഒന്ന് കുഴിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് ഉമ്മയും അനിയത്തിയും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മയും അനിയത്തിയും കൂടിയിട്ട് അതിനെ കുഴിച്ചിടാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോസ് എടുക്കുന്നത് ഡിന്നർ കഴിക്കുന്ന സമയത്താണ്. അതും ഞാൻ അനിയത്തി കഴിക്കുന്നത് പോയിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് കയ്യിനൊരു ചെറിയ മുറി പറ്റിയതുകൊണ്ട് ഉമ്മ കേട്ടോ വാരി തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അനിയത്തി നമ്മൾ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള അരി ഉഴുന്നും കൂട്ടി ദോശക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഞാനും സേനുവിനെ പോയി ഉറക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോയിൽ കുറേ ടോ പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഞാൻ സംസാരിക്കുമ്പോൾ അങ്ങനെ കുറേ ടോ വരും കേട്ടോ. അങ്ങനെ ദോശമാവൊക്കെ അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്ക് ജെയിനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും പോയി കിടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചു. ഇതായിരുന്നു കേട്ടോ എൻ്റെ കുട്ടി ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.